ലിസ്റ്റ് 48 പേരെ ഉൾപ്പെടുത്തിയ ഒരു ലിസ്റ്റിൽ 60.33 വരിക വളരെ അത്ഭുതകരമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ആ ക്വാളിഫിക്കേഷനിലെ രണ്ടാമത്തെ ഒരു നിബന്ധനയുണ്ടല്ലോ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നമ്മളെ സംബന്ധിച്ച് എപ്പോഴും സന്തോഷപ്രദമായ ഒരു കാര്യമാണ് ഒരു ഗസറ്റഡ് കേഡറിലേക്ക് പ്രവേശനം ലഭിക്കുക. അതായത് സംസ്ഥാന സബോർഡിനേറ്റ് സർവീസിലേക്ക് അല്ലാതെ സ്റ്റേറ്റ് സർവീസിലേക്കുള്ള ഒരു പ്രവേശനം ലഭിക്കുക. ആ ഒരു സുവർണാവസരം നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്. ആകർഷകമായ ശമ്പള സ്കെയിലിൽ ആകർഷകമായ ശമ്പളത്തോടുകൂടി ഒരു ഗസറ്റഡ് തസ്തിക നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ഞാനിത് പറഞ്ഞു നിർത്തുന്നതിന് മുമ്പേ ചോദിക്കും, സാർ ഇതിലധികം വേക്കൻസികൾ ഇല്ലല്ലോ. ഇല്ല, ശരിയാണ്, വേക്കൻസികൾ കുറവാണ്. ഇപ്പോൾ അസിസ്റ്റന്റ് ഉണ്ടാകുന്നത് പോലെ വേക്കൻസി ഇവിടെ ഉണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? ഇതൊരു ഗസറ്റഡ് കേഡറാണ്. ഇവിടെ കോമ്പറ്റീഷൻ കൂടുമായിരിക്കാം, പക്ഷേ വളരെ കഷ്ടപ്പെട്ടത് നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇപ്പോൾ ഒരു അസിസ്റ്റൻ്റായി കയറി കഴിഞ്ഞാൽ പിന്നീട് സീനിയർ ഗ്രേഡ് അസിസ്റ്റൻ്റായി, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറായി, സെക്ഷൻ ഓഫീസറാകാൻ എത്ര വർഷമെടുക്കും ആ ഗസറ്റഡ് കേഡറിലെത്താൻ? ഇവിടെ നിങ്ങൾ നേരിട്ട് ഗസറ്റഡ് കേഡറിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അതാണ് ഇതിൻ്റെ നേട്ടം. 55,200, 1,15,300 എന്ന് പറയുന്ന ആകർഷകമായ സ്കെയിലിൽ ഇപ്പോഴത്തെ ശമ്പളം, ഇപ്പോഴൊരാൾ പ്രവേശിച്ചാൽ അവിടെ കിട്ടുന്നത് 72,864 രൂപ ഗ്രോസ് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അവിടെ പെൻഡിങ് ആയിട്ടുള്ള DA കൂടെ അനുവദിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത് 80,000 മുകളിലേക്ക് കുതിക്കും. പുതിയ ശമ്പള പരിഷ്കരണം ഉടൻ തന്നെ ഉണ്ടാകുന്നുണ്ട്. ശമ്പള പരിഷ്കരണം കഴിഞ്ഞാൽ ഏകദേശം 90,000 നമുക്ക് ഗ്രോസ് എമൗണ്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു തസ്തിക തന്നെയാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അവിടെ നിങ്ങൾ കാലെടുത്ത് വെക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഗസറ്റഡ് കേഡറിലാണ്. അവിടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ആയി നിയമിക്കപ്പെടുന്ന നിങ്ങൾക്ക് അടുത്ത പ്രൊമോഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിട്ടാണ്. കണ്ടോ, നിങ്ങളുടെ മട്ടും ഭാവവും ഒക്കെ മാറും. അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളുടെ ഒരു ചാകരയാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുക. ഡെപ്യൂട്ടി ഡയറക്ടർ 63,700 to 1,23,700. അവിടെ നിന്ന് നിങ്ങൾ അഡീഷണൽ ഡയറക്ടർ ആവുകയാണ്. 95,600 to 1,53,200. ഇവിടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോസ്റ്റായ ഡയറക്ടർ പോസ്റ്റും IASകാർക്ക് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ പ്രൊമോഷൻ പോസ്റ്റ് തന്നെയാണ്. അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി 1,07,800. കണ്ടോ, മിനിമം സാലറി തന്നെ 1 ലക്ഷം കടക്കുകയാണ്. 1,60,000. ഈ തസ്തികയിലേക്ക് അപേക്ഷ ഇപ്പോൾ നിങ്ങൾക്ക് അയക്കാൻ കഴിയും. അവസാന തീയതി 4/2/2026 ആണ്. 2026 ഫെബ്രുവരി വരെ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ കഴിയും. നമ്മൾ ഈ തസ്തികയുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. എത്ര നിയമനം കഴിഞ്ഞ പ്രാവശ്യം നടന്നിട്ടുണ്ട്, ഭാവിയിൽ എത്ര നിയമനം നടക്കാം, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഇത് ഏതൊക്കെ കാറ്റഗറികളിലാണ് നിയമനം നടക്കുന്നതെന്ന് നോക്കാം. 3 കാറ്റഗറികളിലായാണ് ഇവിടെ നിയമനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമനത്തിൻ്റെ എണ്ണം കുറയുന്നത്. അവിടെ ബൈ ട്രാൻസ്ഫർ തന്നെ 2 തരത്തിലുള്ള ബൈ ട്രാൻസ്ഫർ ഉണ്ട്. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അയക്കാം. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്, അത് കാറ്റഗറി നമ്പർ 698/2005 ശ്രദ്ധിക്കണം. കാരണം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അയക്കുന്നവർ 698/2025 സെലക്ട് ചെയ്ത് മാത്രമേ അപേക്ഷ അയക്കാവൂ. പിന്നെയുള്ളത് ഗവൺമെൻറ് സർവീസിലുള്ളവർക്കുള്ളതാണ്. അവിടെ നിങ്ങൾ ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസറായിട്ടോ എക്സ്റ്റൻഷൻ ഓഫീസറായിട്ടോ റൂറൽ ഡെവലപ്മെൻറ്റിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു സുവർണാവസരമാണിപ്പോൾ. ഒരു ഗസറ്റഡ് തസ്തികയിലേക്ക് നേരിട്ട് കയറാനുള്ള സുവർണാവസരമാണ്. അത് കാറ്റഗറി നമ്പർ 699/2025 ആണ്. ഇനി മറ്റൊരു ബൈ ട്രാൻസ്ഫർ കൂടിയുണ്ട്. നിങ്ങൾ സെക്രട്ടേറിയറ്റിലെ ഒരു അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറോ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തികയ്ക്ക് ബൈ ട്രാൻസ്ഫറിൽ അപ്ലൈ ചെയ്യാം. വലിയ കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടാകില്ല. കാരണം നിങ്ങളുടെ ആ സെക്രട്ടേറിയറ്റിലുള്ള ഉദ്യോഗസ്ഥർ മാത്രമേ ഇതിനു വേണ്ടി അപേക്ഷിക്കൂ. അവിടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ ആരും വരില്ല.
അവിടെ 699/2025 അങ്ങനെ 3 കാറ്റഗറികളിലായിട്ടാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത്. സർവീസിലില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ തന്നെയാണ് അയക്കേണ്ടത്. ഈ 2 സർവീസുകളിലുള്ളവർക്ക് മാത്രമേ ഈ 2 ബൈ ട്രാൻസ്ഫർ കാറ്റഗറിയിലേക്ക് വരാൻ കഴിയൂ എന്ന കാര്യവും വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. നോക്കൂ, ഇവിടെ പലർക്കും ഇതിൻ്റെ ക്വാളിഫിക്കേഷനെ പറ്റി തെറ്റിദ്ധാരണയാണ്. ഇന്നലെ ഒരു കാൻഡിഡേറ്റ് എന്നോട് വിളിച്ച് ചോദിച്ചു, സാർ ഇത് വെറും ഡിഗ്രി ഉള്ളവർക്ക് അയക്കാൻ പറ്റുമോ? അവിടെ ഡിസൈറബിൾ എന്ന് പറഞ്ഞൊരു ക്വാളിഫിക്കേഷൻ കിടക്കുന്നേ. എന്താണത്? എക്സ്പീരിയൻസ് ഇൻ ഓർഗനൈസേഷണൽ മാറ്റേഴ്സ് ആൻഡ് പബ്ലിക് റിലേഷൻസ്, എബിലിറ്റി ടു അഡ്രസ് പബ്ലിക് മീറ്റിംഗ്സ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ ക്യാൻവാസിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ്. എന്താണ് ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ? ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ സംബന്ധിച്ച് ഇത് ഡിസൈറബിൾ, അഭിലഷണീയമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതുണ്ടെങ്കിൽ കൊള്ളാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അഭിലഷണീയമായ ഒരു ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ അതിൽ നമ്മൾ തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരേ മാർക്കാണ് വരുന്നതെങ്കിൽ അവരെ അതിൽ ആദ്യം പ്ലേസ് ചെയ്യും. ഒരേ മാർക്ക് വന്നാൽ അവരെ ആദ്യം പ്ലേസ് ചെയ്യും. സാധാരണ കേസിൽ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാണ് ഒരേ മാർക്ക് പലർക്ക് വരുമ്പോൾ അവരെ പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ ഇവരെ പ്ലേസ് ചെയ്യും. അതുമാത്രമാണ് ഡിസൈറബിൾ എന്നുള്ളതിൻ്റെ പ്രത്യേകത. അല്ലാതെ ഈ കാര്യങ്ങൾ വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അവിടെ ഓർഗനൈസേഷണൽ മാറ്റേഴ്സിലുള്ള എക്സ്പീരിയൻസ്, ഇത് രണ്ടും നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതേ ഉള്ളൂ. എബിലിറ്റി ടു അഡ്രസ് പബ്ലിക് മീറ്റിംഗ്സും ആപ്റ്റിറ്റ്യൂഡ് ഫോർ ക്യാൻവാസിംഗ് സെയിൽ പ്രൊമോഷൻസും ഒക്കെ. പക്ഷേ ഇത് നമ്മൾ എക്സ്പീരിയൻസ് തെളിയിക്കേണ്ടി വരും. ഓർഗനൈസേഷണൽ മാറ്റേഴ്സോ പബ്ലിക് റിലേഷൻസിലോ ഉള്ള ഒരു പരിചയ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇതൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷ അയക്കുക. അപേക്ഷ അയക്കാൻ കഴിയും. ആ ഒരു തെറ്റിദ്ധാരണ ഒരു കാരണവശാലും ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിന് ഏജ് ബാർ 18 മുതൽ 36 വയസ്സ് വരെ തന്നെയാണ്. 2/1/1989 മുതൽ 1/1/2007 വരെയുള്ളവർക്ക് അപേക്ഷ അയക്കാൻ കഴിയും. പിന്നെ നിങ്ങൾ പിന്നാക്ക വിഭാഗമാണെങ്കിൽ 3 വർഷം നിങ്ങൾക്ക് വയസ്സിളവുണ്ട്. പട്ടികജാതി പട്ടികവർഗമാണെങ്കിൽ ഇതൊരു ഡിഗ്രി തലത്തിലുള്ള പരീക്ഷയായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 50 വയസ്സ് വരെയും 5 വർഷ വയസ്സുകളൊന്നും നോക്കണ്ട. നിങ്ങൾ പട്ടികജാതിയോ പട്ടികവർഗമോ പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്ത ഒരാളോ ആണെങ്കിൽ നമുക്കവിടെ ജനറൽ കണ്ടീഷനിലുള്ള ആ ഒരു നിബന്ധന പ്രകാരം 50 വയസ്സ് വരെയും അപേക്ഷ അയക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ ബൈ ട്രാൻസ്ഫർ കാറ്റഗറിക്ക് ഏജ് ലിമിറ്റ് വെച്ചിട്ടില്ല. എത്ര പ്രായമുണ്ടെങ്കിലും നിങ്ങൾക്ക് അയക്കാം. അവിടെ ഒരു ഏജ് ലിമിറ്റും വെച്ചിട്ടില്ല എന്ന കാര്യം ഓർക്കുക. കട്ട് ഓഫ് പ്രീവിയസ് ലിസ്റ്റിൽ ഈ പ്രാവശ്യം ഇങ്ങനെ ആകണമെന്നൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം 60.33 ആയിരുന്നു കട്ട് ഓഫ്. 48 പേരെ ഉൾപ്പെടുത്തിയ ലിസ്റ്റ്, 48 പേരെ ഉൾപ്പെടുത്തിയ ഒരു ലിസ്റ്റിൽ 60.33 വരിക വളരെ അത്ഭുതകരമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ആ ക്വാളിഫിക്കേഷനിലെ രണ്ടാമത്തെ ഒരു നിബന്ധന ഉണ്ടല്ലോ, ആ നിബന്ധന കാരണം പലരും ഡിഗ്രിക്കാർക്ക് അയക്കാൻ പറ്റത്തില്ലെന്ന് കരുതി അയച്ചില്ല. ആപ്ലിക്കൻസിൻ്റെ എണ്ണമൊക്കെ വളരെ കുറവായിരുന്നു. ഇനി ബൈ ട്രാൻസ്ഫറിൽ 23.67 മാത്രമാണ് കട്ട് ഓഫ് ആയിട്ട് വന്നത്. 24 പേരെയാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. കാരണം ആപ്ലിക്കൻസും ഒക്കെ അത്രയും ഉണ്ടായിരുന്നിരിക്കത്തുള്ളായിരിക്കും. അവിടെ അപേക്ഷിച്ചവർക്ക് എല്ലാം കിട്ടിക്കാണും. പിന്നെ ബൈ ട്രാൻസ്ഫറിലും ഇവിടെയും 17 പേരെ ഉൾപ്പെടുത്താൻ കിട്ടിയുള്ളൂ എന്നാണ് പറയുന്നത്. അവിടെ 20 മാർക്കായിരുന്നു കട്ട് ഓഫ്. എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ അപേക്ഷിച്ചവരെല്ലാം കയറുന്നൊരവസ്ഥ വന്നു. അത് ബൈ ട്രാൻസ്ഫറിൽ മാത്രമേ നടക്കൂ. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിഗ്രിക്കാരെല്ലാം ഇതിന് അപേക്ഷിക്കും. അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അവിടെ കട്ട് ഓഫ് ഉയർന്നു നിൽക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിവ. പിന്നെ ആ ലിസ്റ്റ് 12/3/2024 നിലവിൽ വന്നത് എന്ന് പറയുമ്പോൾ 11/3/2027 അത് ക്യാൻസലാകും. ഇപ്പോൾ PSC ഉദ്ദേശിക്കുന്ന രീതിയിൽ പരീക്ഷ നടന്നാൽ 12/3/2027 മുതൽ പുതിയ ലിസ്റ്റ് പ്രാബല്യത്തിൽ വരികയാണ്. നിങ്ങൾ ആഞ്ഞു ശ്രമിച്ചാൽ 2027 നിങ്ങളുടെ സ്വപ്ന ജോലി, ഒരു ഗസറ്റഡ് കേഡറുള്ള ജോലി നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും. പക്ഷേ ഞാൻ ഈ പറയുന്ന ആവേശം ഇതിലിപ്പോൾ നിയമനം നടന്നതിനെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് അല്പം കുറഞ്ഞു പോയേക്കാം. കാരണം അവിടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ 6 ഫ്രഷ് വേക്കൻസിയും 1 NJDയുമായി 7 നിയമനം നടന്നിരിക്കുന്നു. ബൈ ട്രാൻസ്ഫറിൽ 6 നിയമനം നടന്നു. പക്ഷേ ബൈ ട്രാൻസ്ഫർ ബിയിൽ 6 നിയമനം നടന്നു. പക്ഷേ അതിൽ 5 പേരും ജോയിൻ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ 5 NJD വന്നു. അങ്ങനെ 11 നിയമനം നടന്നിട്ടുണ്ട്. ബൈ ട്രാൻസ്ഫർ എയിൽ 7 നിയമനവും നടന്നിരിക്കുന്നു. അപ്പോൾ ഇത്രയാണ്. എല്ലാം കൂടെ കൂട്ടിയാൽ 25 നിയമനമേ നടന്നുള്ളൂ. ഇത് കേട്ട്
ഞങ്ങളുടെ കോൺഫിഡൻസ് എല്ലാം പോയി സാർ, എന്തിനാണ് ഇങ്ങനെയുള്ള തസ്തികകൾ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചോദിക്കരുത്. നമുക്കറിയാം നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും അല്ലേ? ഏറ്റവും കോമ്പറ്റീറ്റീവായ ഒരു സാഹചര്യത്തിൽ ആ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് നമ്മളിപ്പോൾ ഒരുപാട് തസ്തികൾക്ക് പഠിക്കുകയല്ലേ. അവിടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഉണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഉണ്ട്, ഇങ്ങനെ കുറേ തസ്തികകൾ ഇങ്ങനെ നമ്മുടെ പിന്നെ നിൽക്കുക. നമ്മളെല്ലാത്തിനും പഠിക്കുന്ന കൂട്ടത്തിൽ ഇതിനും പഠിക്കുക, ഇതിനും അയക്കുക. ഒരു പക്ഷേ നമുക്കിതിലേക്ക് സെലക്ഷൻ കിട്ടിയാലോ? അപ്പോൾ ആ ഒരു സാധ്യത നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ പരീക്ഷയും PSC പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മെയ് ജൂലൈ 2026. നിങ്ങളിതിന് അയച്ചില്ലെങ്കിലും ഇതിൻ്റെ പ്രിലിമിനറി നിങ്ങൾ എഴുതും. കാരണം SBCID, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഇവയുടെയൊക്കെ ഒരു കോമൺ പ്രിലിമിനറി നടക്കുമ്പോൾ ആ പ്രിലിമിനറിയിൽ ഇതും ഉൾപ്പെടും. മെയ് ജൂലൈയിൽ നിങ്ങൾ ഒറ്റ പരീക്ഷ എഴുതിയാൽ മതി. ഈ പ്രിലിമിനറിക്ക് കൂടുതൽ പരീക്ഷാ സെൻറ്ററിൽ പോയി ബുദ്ധിമുട്ടേണ്ട കാര്യവുമില്ല. ഓഗസ്റ്റ് ഒക്ടോബർ മാസം 2026 ഇതിൻ്റെ പരീക്ഷ കഴിയും. ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റ് മാർച്ചിൽ ക്യാൻസലാകുന്നതിൻ്റെ അടുത്ത ദിവസം പുതിയ ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ സ്റ്റാറ്റസ്. എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇവിടെ നിങ്ങൾ ഈ ഒരു തസ്തിക മാത്രം മുന്നിൽ കണ്ട് പോകാനല്ല പറയുന്നത്. വേക്കൻസി കുറവായ തസ്തികയാണ്. അവിടെ ഇതിന് അപ്ലൈ ചെയ്യുക, എഴുതുക, മറ്റുള്ള പരീക്ഷകൾക്കും അപ്ലൈ ചെയ്യുക, എഴുതുക, നന്നായി പഠിക്കുക, നന്നായി പഠിച്ചു പോവുക. നമുക്ക് ആദ്യം കിട്ടുന്ന ജോലിയിൽ ജോയിൻ ചെയ്യുക. മെച്ചപ്പെട്ട ജോലികൾ വരുമ്പോൾ നമുക്കതിലേക്ക് ജോയിൻ ചെയ്യുക. പക്ഷെ നമ്മൾ ഏറ്റവും വലുതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് താഴെയുള്ളതൊക്കെ നിഷ്പ്രയാസം നമ്മുടെ കയ്യിലേക്ക് വരും. ചിലപ്പോൾ ആ വലുതും നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരും. അപ്പോൾ എഫർട്ടാണ് പ്രധാനം. ഇന്ന് നിങ്ങളുടെ ഈ എഫർട്ട് നാളെയാണ് നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കി തരിക. ഇന്ന് നിങ്ങൾ അല്പം കയ്പ് അനുഭവിക്കുന്നുണ്ട്. ഇന്ന് നെഗറ്റീവ് ചിന്താഗതികളൊക്കെ കളയുക. ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ വന്നു വേക്കൻസി ഇല്ലാത്ത സാധനം വരുന്നു, ഇങ്ങനെ തള്ളിവിടുന്നു എന്നൊക്കെ പറയാതെ പറയുന്നതിൻ്റെ പോസിറ്റീവ് മനസ്സിലാക്കിക്കൊണ്ട് കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോവുക. കാരണം നാളെ എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുണ്ടാക്കേണ്ടതാണ്, വിജയമുണ്ടാക്കേണ്ടതാണ്, അതിലേക്കുള്ള കുതിപ്പാണ്, അതിനുവേണ്ടിയുള്ള സ്വപ്നങ്ങളാണ്, അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. അവിടെ നമ്മൾ വിജയത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. ഗുഡ് ബൈ.